എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ CGL ടയർ 1 സീരീസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 പ്രിപ്പറേഷന് വേണ്ടി 2024 പല ഷിഫ്റ്റുകളിലെയും എല്ലാ ഷിഫ്റ്റുകളിലെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 9 ഷിഫ്റ്റ് 1ഉം ഷിഫ്റ്റ് 2ഉം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷിഫ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ മാക്സിമം PYQ കാണണം, PYQ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ഷിഫ്റ്റുകളിൽ നിന്ന് കാണുന്നുണ്ട്. പല ടോപ്പിക്കുകളും ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഓരോ ഷിഫ്റ്റിലും ചോദിച്ച ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അവിടെ വന്ന മാറ്റങ്ങൾ മനസ്സിലാകുമ്പോഴാണ് ഏതൊക്കെ ടോപ്പിക്ക് മൊത്തത്തിലുണ്ട്, അത് ഏതൊക്കെ ഷിഫ്റ്റുകളിൽ എന്തൊക്കെ ചോദിച്ചെന്ന് മനസ്സിലാക്കും. ഡിഫറെൻറ്റ് ടോപ്പിക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും പലതിനും വെയിറ്റേജ് ചില ഷിഫ്റ്റുകളിൽ കൂടുതൽ കൊടുക്കും, ചില ഷിഫ്റ്റുകളിൽ കുറച്ച് കൊടുക്കും. അതൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കണം. കാരണം നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്തും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2 ദിവസം ജസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്ത് അടുത്ത 2 ദിവസം കഴിഞ്ഞുള്ള ഷിഫ്റ്റിലായിരിക്കും നിങ്ങൾ പോവുക. അപ്പോൾ ആദ്യത്തെ ദിവസം എക്സാം കഴിഞ്ഞ് വരുന്ന ആളുടെ റിവ്യൂ നമ്മൾ നോക്കിയിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ ഞാൻ പഠിച്ച ടോപ്പിക്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രം ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് പ്രശ്നം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്ക് വെയിറ്റേജ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ഷിഫ്റ്റും എടുത്ത് അനലൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്കിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇപ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിശ അക്കാഡമിയും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ഓഫറാണ്. ഇപ്പോൾ നമുക്ക് NTPC എക്സാം നമുക്ക് എന്തായാലും ഒരു ഫെബ്രുവരി മാർച്ച് ടൈമിൽ നടക്കാൻ ചാൻസ് ഉള്ള എക്സാമാണ്. അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ CGLന് വേണ്ടിയുള്ള ഡിസ്കൗണ്ട്, CGLൻ്റെ ക്ലാസ്സിന് വേണ്ടി ഇപ്പോഴേ നമുക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസ് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രൂപ്പ് ഡിക്കും ഉണ്ട്. ഓക്കെ, അപ്പം 22 മുതൽ 25 വരെയാണ് നമുക്ക് ഈ ഓഫർ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈസ് നോക്കി, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ നമ്പേഴ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതൊരു അനലോഗിയുടെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ലെറ്റർ അനലോഗിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കുക. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ചില കേസുകളിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ലോജിക്കുകളൊക്കെ വരാറുണ്ട്. ചില സമയത്ത് നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടുള്ള ലോജിക്കുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു ലോജിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും കിട്ടാൻ പാടുന്നല്ല, ചിലർക്കെങ്കിലും ചിലപ്പോൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു ലോജിക്ക് ഇവിടെ വന്നു, അതായത് CW എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് എങ്ങനെയാണ് ഈ ലെറ്റേഴ്സ് ആയി മാറിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ഈ ലെറ്റേഴ്സ് ആയി മാറി നമ്മൾ നോക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ആ ലോജിക്ക് കിട്ടാൻ ചിലപ്പോൾ സമയം എടുക്കാൻ ചാൻസ് ഉള്ള ലോജിക്കാണെന്ന് പറയാം. പക്ഷേ ഇത് മുൻപ് ഇതുപോലത്തെ ലോജിക്കുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് കമ്പയർ ചെയ്യുക. ഇപ്പോൾ Cയും Zയും തമ്മിൽ കമ്പയർ ചെയ്യാം, Wയും Fയും തമ്മിൽ കമ്പയർ ചെയ്യാം, Eയും Xയും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ Cയും Zയും തമ്മിൽ കമ്പയർ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വരണമെന്നൊന്നും ഇല്ല കേട്ടോ. പാറ്റേൺസ് തിരിഞ്ഞും പറഞ്ഞൊക്കെ വേണമെങ്കിൽ വരാം. ഇത് Cയും Xയും തമ്മിൽ റിലേഷൻ വരാം, WFും തമ്മിൽ റിലേഷൻ ആകാം, Eയും Zയും തമ്മിൽ റിലേഷൻ ആകാം. അത് നമുക്ക് കോഡിങ്ങിൻ്റെ കേസ് നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ നമുക്ക് നോർമലി നമുക്കൊരു പാരലൽ ആയിട്ടുള്ള കോഡിങ് വരാറുണ്ട്. അത് ഒരു ലോജിക്ക് വരുന്ന സമയത്ത് സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് ആയിട്ട് നേരെ താഴെ തന്നെ കോഡ് ചെയ്ത് പോകുന്ന കൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വരുന്നതിനുള്ള പൊസിഷൻസ് ചേഞ്ച് വരുന്ന ലോജിക്കും വരാറുണ്ട്. അപ്പോൾ അനലോഗിക്കകത്തും കോഡിങ്ങിൻ്റെ മോഡൽ ടോപ്പിക്കുകൾക്ക് അല്ലെങ്കിൽ കൺസെപ്റ്റുകൾക്ക് വരാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ Cയും Zയും നോക്കുമ്പോൾ C ഇവിടെയാണ്, Z ഇവിടെയാണ്. അപ്പോൾ Cയും Zയും ഞാൻ ഒരു റിലേഷൻ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയാം, C എന്നൊരു 4 ലെറ്റർ പുറകിലാണ് Z ഇരിക്കുന്നത്, ഒരു -4 ആണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ Wയും Fയും നോക്കുമ്പോൾ Wയും Fയിൽ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് Wയിൽ നിന്നും ഒരു 8 ലെറ്റർ ഫ്രണ്ടിലോട്ടാണ്, +8 ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്ത Eയും Xയും വരുന്ന സമയത്ത് Eന്ന് Xയിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു എത്ര വരും, -7 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം -4, പിന്നെ +8, പിന്നെ -7. അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള പാറ്റേൺ അല്ല എങ്കിലും നമുക്ക് നോക്കാം. Pയും M നമ്മൾ റിലേഷൻ നോക്കിയാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. PM നോക്കുമ്പോൾ ഒരു -3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും സെയിം ലോജിക്ക് വരണം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒന്നിലധികം എക്സാമ്പിളുകൾ തന്നിരിക്കുന്നത് തന്നെ നമുക്ക് ആ ലോജിക്ക് ഒന്ന് കൺഫേം ചെയ്യാനാണ്. അപ്പോൾ PM നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ലോജിക്ക് കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ Cയും Xയും നമ്മളെ റിലേഷൻ നമുക്ക് നോക്കും. Cയും X നമ്മൾ Cയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ആണ് X എന്ന് പറയുന്നത്. പക്ഷേ Wയും F നോക്കുമ്പോൾ Wയുടെ ഓപ്പോസിറ്റ് ലെറ്റർ അല്ല F. Eയും Xയും നോക്കുമ്പോൾ Eയും Xയും എന്തല്ല,
സോറി ഈ ഇസഡ് എന്തെല്ലാം ഓപ്പോസിറ്റ് ലെറ്റേഴ്സും അല്ല. അപ്പം അങ്ങനെയും അല്ല വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. സിയും ഇസഡും നമ്മുടെ റിലേഷൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. സിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ആണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സിന്റെ പൊസിഷനിൽ 2 കൂട്ടി വരുന്ന ലെറ്റർ ആണ് ഇസഡ് എന്ന് പറയുന്നത്. സിയുടെ ഓപ്പോസിറ്റ് വരുന്ന പൊസിഷനായിട്ട് പറയുകയാണെങ്കിൽ ലെറ്റർ ആയിട്ടും പറയാം നിങ്ങൾക്ക്. സിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ 24, ഓപ്പോസിറ്റ് നമ്പർ 24 ആണ്, റിവേഴ്സ് നമ്പർ 24 ആണ്. ആ 24 2 കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് ഇസഡ് കിട്ടുന്നു, 26 കിട്ടുന്നു. നിങ്ങൾ നോക്കിയേ ഡബ്ല്യു എഫ് നോക്കിയേ, ഡബ്ല്യൂൻ്റെ ഓപ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ റിവേഴ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4നോട് 2 കൂട്ടുവാണ്, +2 ആര് കിട്ടുന്നു, 6, എഫ് കിട്ടുന്നു. കണ്ടോ, ഡബ്ല്യുവും എഫും. ഇയും എക്സും നോക്കുകയാണ്, ഇയുടെ റിവേഴ്സ് പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വി ആണ്, വി 22 ആണ്. അതിനോട് നമ്മൾ 2 കൂട്ടുന്നു, ആര് കിട്ടുന്നു, 24, എക്സ് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലോജിക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ലെറ്റേഴ്സിന്റെ റിവേഴ്സ് പൊസിഷനിന്റെ കൂടെ 2 കൂട്ടുന്ന പൊസിഷനിൽ വരുന്ന ലെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്കത് കൺഫേം ചെയ്യണം. ഇവിടെ നമുക്കത് കൺഫേം ആക്കണം കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ വരണം. പി എം ഞാൻ നോക്കുന്ന സമയത്ത് പിയുടെ റിവേഴ്സ് ലെറ്റർ കെ, കെയുടെ നമ്പർ 11, 11 + 2 13, എം. കണ്ടോ, പിയും എമ്മും. വൈയും ഡിയും നോക്കുക, വൈയും ഡിയും നോക്കുമ്പോൾ വൈയുടെ റിവേഴ്സ് ലെറ്റർ ബി അല്ലെങ്കിൽ പൊസിഷൻ 2, 2ന്റെ 2 കൂടുമ്പോൾ നമുക്ക് എന്താണ് ഡി കിട്ടുന്നുണ്ട്. ഓക്കെ ആണ്. അടുത്ത ടിയും ഐയും, ടിയുടെ റിവേഴ്സ് പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജി ആണ് അല്ലെങ്കിൽ 7 ആണ്. 7നും 2 കൂടുമ്പോൾ നമുക്ക് എന്താണ് 9 വരുന്നുണ്ട്. ഓക്കെ ആണ്, ഐ ആണ്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ സാധിക്കും. റിവേഴ്സ് പൊസിഷന്റെ കൂടെ 2 കൂടുന്ന അല്ലെങ്കിൽ റിവേഴ്സ് ലെറ്ററിനോട് 2 കൂടുന്ന ലെറ്റർ എന്നുള്ള രീതി നമുക്ക് എടുക്കാം. അപ്പോൾ കെ എടുക്കുകയാണ്. അപ്പോൾ കെയുടെ റിവേഴ്സ് ലെറ്റർ നിങ്ങൾ നോക്കുക, കെയുടെ റിവേഴ്സ് ലെറ്റർ പി ആണ്, 16 ആണ്. 16 2 കൂടെ നമുക്ക് എന്താ വരിക, 6 ആയിരിക്കും വരിക. നിങ്ങൾ നോക്കുക, 6 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. കഴിഞ്ഞു, ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഇതാ ഐ എടുക്കുവാണ്, ഐയുടെ റിവേഴ്സ് ലെറ്റർ 6 ആണ്. 6നോട് 2 കൂട്ടുന്നു, ആരായിട്ടുന്ന ടി ആണ്. ഓക്കെ, ടി വന്നിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് എൽ ആണ്. എല്ലിന്റെ റിവേഴ്സ് പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒ ആണ്, 15 ആണ്. 15 കൂടെ നമുക്ക് എന്താണ് ക്യൂ വരുന്നു, 17 വരുന്നു, ക്യൂ വന്നിട്ടുണ്ട്, ആർ ടി ക്യൂ. കണ്ടോ, അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലോജിക് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ലോജിക്കാണ്. എങ്കിലും ഇങ്ങനത്തെ ലോജിക്ക് കണ്ട് ശീലമുള്ളവർക്ക് വലിയ പ്രശ്നം വരില്ല. ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് സിയും ഇസഡും നമ്മുടെ റിലേഷൻ വരുന്നത് മനസ്സിലാക്കി എടുക്കുന്ന ഒരു സമയം എടുക്കും. കാരണം ഒരുപാട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അത് ബാക്കിയുള്ളവർ കൺഫേം ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ലോജിക്കൽ ഒരുപാട് നിങ്ങൾ കാണണം, അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു സീരീസ് ആയിരുന്നു, ലെറ്റർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലെറ്റർ സീരീസിന്റെ കേസ് നമുക്ക് ടേബിൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കുക, എമ്മും എന്നും ഞാൻ നോക്കുകയാണെങ്കിൽ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നോക്കിപ്പോയാൽ കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എമ്മും എന്നും ഞാൻ നോക്കുകയാണെങ്കിൽ +1 ആണ് അല്ലേ, +1 ആണ്. എന്നും പി ഞാൻ നോക്കുകയാണ്, എന്നും പി നോക്കുകയാണെങ്കിൽ +2 ആണ്. പിയും എസും ഞാൻ നോക്കുകയാണെങ്കിൽ +3 ആണ്. എസും ഡബ്ല്യു ഞാൻ നോക്കുകയാണെങ്കിൽ +4 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഫസ്റ്റ് ലെറ്റേഴ്സിന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. W +5 ആയിരിക്കും. അപ്പോൾ 25, ഡബ്ല്യൂനോട് +5 ആകുമ്പോൾ 1 2 3 4 5 ആര് വരും, ബി വരും. ഫസ്റ്റ് ലെറ്റർ ബി ആയിരിക്കണം. നോക്കുക, 4ാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ബാക്കി എല്ലാത്തിനും ബി ആണ്. ബാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സിന് പിന്നെ ഡിഫറൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത എഫും ഐയും. ഓക്കെ, എഫും ഐ ഞാൻ നോക്കുകയാണെങ്കിൽ എഫ് കഴിഞ്ഞിട്ട് ഒരു 3 ലെറ്റർ കഴിഞ്ഞിട്ടാണ് അല്ലേ, +3 ആണ്. എഫ് +3 ആണ് ഐ എന്ന് പറയുന്നത്. ഐയും എല്ലും ഞാൻ നോക്കുന്ന സമയത്ത് അവിടെയും +3 ആണ്. അതുപോലെ എല്ലും ഓയും ഞാൻ നോക്കുന്ന സമയത്ത് +3 ആണ്. ഓക്കെ, അത് നോക്കിയ സെൻട്രലിലെ ലെറ്റേഴ്സ് എല്ലാം +3 കൂടി പോവാണ്. കണ്ടോ, ഓയും 6ഉം നോക്കുന്ന സമയത്തും +3 ആണ്. അപ്പോൾ 6ൽ നിന്ന് +3 ഏതാ, യു ആണ് വരുന്നത്. അപ്പം ബി യു വരുന്ന 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ലെറ്റർ കൂടെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ലാസ്റ്റ് ലെറ്ററിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ടീം എസ് ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ -1 ആണ് അല്ലേ. ഓക്കെ, എസ് എന്ന് ക്യൂയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് -2 ആണ്. ക്യൂ എന്ന് എന്നിലേക്ക് പോകുമ്പോൾ -3 ആണ്. എന്നിന്ന് ജെയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് -4 ആണ്. അപ്പം നെക്സ്റ്റ് -4 ആണ്. നെക്സ്റ്റ് -5 ആയിരിക്കും. -5, 10 ന്ന് 5 പോകുമ്പോൾ 5 വരുന്നത് അല്ലേ, ഇ ആ വരുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ BUE എന്ന് ആൻസർ കിട്ടും. കണ്ടോ, പക്ഷെ 3 ആൻസർ വരിക. ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അനലോഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനല്ല, അനലോഗിയും സീരീസ് ഒക്കെ നമുക്ക് എന്താണ് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചെയ്ത് പഠിക്കാം. അല്ല, ലെറ്റർ സീരീസ് ലെറ്റർ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല. കുറച്ച് ഡിഫിക്കൽട്ട് ലോജിക്കലൊക്കെ ചോദിക്കാറുണ്ട്, എങ്കിലും ഇത് എളുപ്പമുണ്ട്, വലിയ പ്രശ്നം വരത്തില്ല നിങ്ങൾക്ക്. അടുത്ത കണ്ട ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിനകത്ത് നമുക്ക് കഴിഞ്ഞ ഷിഫ്റ്റിൽ ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഷിഫ്റ്റിൽ നമ്മൾ കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ഇവിടെ 6 ലെറ്റർ ഇത് ഈ ഷിഫ്റ്റിൽ 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ, ക്യൂബിന് 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ക്വസ്റ്റൻ എടുത്തുള്ളൂ, സെയിം മോഡൽ ക്വസ്റ്റൻ തന്നെയാണ്. ക്വസ്റ്റിന് മോഡൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ 2 ക്യൂബിന്റെ ഡൈസിന്റെ അല്ലെങ്കിൽ ക്യൂബിന്റെ വ്യൂ തന്നിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ്, അതിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ഞാൻ വേറെ ക്വസ്റ്റൻ എടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് 6 ലെറ്റേഴ്സ് PQRST ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആറിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആരെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കോമൺ ആയിട്ടുള്ള ആൾ 6 ആണ് അല്ലേ. അപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾ 6 ആണെങ്കിൽ ഉറപ്പായിട്ട് ആറിന്റെ ഓപ്പോസിറ്റ് പിയും ടിയും വരില്ല അല്ലേ. കാരണം പിയും ടിയും എന്താണ്, ആറിന്റെ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ആറിന്റെ ഓപ്പോസിറ്റ് ക്യൂയും യുവും വരില്ല. ഓക്കെ, അപ്പം പിയും ടിയും ക്യൂ യു വന്നില്ലേ, പിന്നെ റിമൈനിങ് ഉള്ള ആരും നോക്കിയാൽ മതി. പിന്നെ റിമൈനിങ് ഉള്ള ആരാണ്, എസ് അല്ലേ. നമ്മുടെ ആൻസർ എന്തായിരിക്കും, എസ് ആയിരിക്കും. ഓക്കെ, സിമ്പിളായിട്ട് എടുത്ത് പോകാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ക്യൂബിന്റെ ക്വസ്റ്റനൊക്കെ നിങ്ങൾക്ക് അറിയാം, വളരെ ഈസി ആയിട്ട് നമ്മൾ സിംഗിൾ ലെറ്റർ വെച്ച് കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ. ആ കൺസെപ്റ്റ് ഒക്കെ ചെയ്തു പോയാൽ മതി. ഓക്കെ, അടുത്തത് ഒരു എന്താണ്, ഓഡ് വൺ ഔട്ടാണ്. നമ്പറിൻ്റെ കേസിൽ ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലോജിക്കുകളാണ് അല്ലെങ്കിൽ ലോജിക്കാണ്. സമയം നമ്മളെ കുറച്ച് കളയാൻ വേണ്ടി തന്നെ ഇട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇവിടെ നമുക്ക് വരുമ്പോൾ പാറ്റേൺ വരുന്നത് ആക്ച്വലി 36 × 7 / 3. ഓക്കെ, 12 × 7 ആണ് 84 എന്ന് പറയുന്നത്. അതുപോലെ 66 × 7/3 ഇത് പോകുന്ന സമയത്ത് 22 വരും. 22 × 7 ആണ് 154 എന്ന് പറയുന്നത്. അതുപോലെ 72 × 7/3 2 പ്രാവശ്യം 2 4 പ്രാവശ്യം 24. 24 × 7 168. ഓക്കെ, ഇവിടെ 33 72 മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. നമുക്കിത് റേഷ്യോ വെച്ച് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് 84/36 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7/3 എന്ന റേഷ്യോ ആണ്. അതുപോലെ 154 / 66 എന്ന് പറഞ്ഞാലും 7/3 റേഷ്യോ ആണ്. അതുപോലെ 168 / 72 എന്ന് പറഞ്ഞാലും 7/3 റേഷ്യോ ആണ്. അങ്ങനെ വേണമെങ്കിലും പറയാം. 72/33 എടുക്കാൻ നമുക്ക് ആ റേഷ്യോ കിട്ടത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ ഡിഫറൻസ് വരുന്നത്. ഡിവൈഡ് ബൈ 11 എന്നാണ് വരാം, ബൈ 11 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് അതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ലോജിക്ക് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഒന്നുകിൽ × 7 / 3 എന്ന രീതിയിൽ എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 34 / 36 എന്ന് വെച്ചാൽ 7/3 ആണ്. സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ ടു ഫസ്റ്റ് നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:3 ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഡിഫിക്കൽട്ട് ലോജിക് ആണ്, അല്ലെങ്കിൽ സമയം എടുക്കാൻ ചാൻസ് ഉള്ള ലോജിക് ആട്ടോ അത്. ഓക്കെ, അപ്പോൾ ഈ ഷിഫ്റ്റിൽ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ കാണാത്ത പല ക്വസ്റ്റ്യൻസ് പല ടൈപ്പുകൾ നമുക്ക് ഇതിനകത്ത് കണ്ടായിരുന്നു, ഫിഗർ ബേസ്ഡിന്റെ കേസിൽ കണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താണ് എംബഡഡ് ഫിഗർ എന്ന കൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 2 ഷിഫ്റ്റുകളിൽ എംബഡഡ് ഫിഗറിന്റെ ക്വസ്റ്റൻ ഇല്ലായിരുന്നു അല്ല. അപ്പോൾ ഈ ഷിഫ്റ്റിൽ എംബഡഡ് ഫിഗറിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. എംബഡഡ് ഫിഗർ ആണ് നമുക്കറിയാം, എംബഡഡ് ഓർ ഹിഡൻ ഫിഗർ എന്നൊക്കെ നമ്മൾ പറയും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ട്, അത് ഇത് ആൻസർ ഫിഗറിനകത്ത് ഏതിനകത്താണ് ഈ ക്വസ്റ്റ്യൻ ഫിഗർ ഉള്ളത് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, അതാണ് എംബഡഡ് ഫിഗർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതായിരിക്കും. ഇവിടെ നമുക്ക് ഡൗട്ട് വരുന്നത് ഇതിനകത്ത് പല തിരിച്ചു വെച്ചിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, റൊട്ടേഷൻ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും എംബഡഡ് ഫിഗറിന്റെ ക്വസ്റ്റ്യനകത്ത് റൊട്ടേഷൻ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി റൊട്ടേഷൻ നോട്ട് അലൗഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല എങ്കിൽ അപ്പോഴും നമ്മൾ ഇതിനെ തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക കേട്ടോ. അതായത് ഈ ഫിഗർ അതുപോലെ ഇതിനെ പ്രിഫറൻസ് കൊടുക്കത്തുള്ളൂ. ഇതില്ലെങ്കിൽ മാത്രമേ വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2-3 എണ്ണം ഒരുപോലെ ഉള്ളത് വരത്തില്ല എന്തായാലും, അതുകൊണ്ട് അത് കുഴപ്പമില്ല. എംബഡഡ് ഫിഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ഷിഫ്റ്റുകളിൽ ചോദിച്ചതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ഷിഫ്റ്റിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. പക്ഷേ ഈ ഷിഫ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ മോഡൽ അല്ലാണ്ട് ഇവർ നോക്കിയേ, വിച്ച് 2 നമ്പേഴ്സ് ഷുഡ് ബി ഇന്റർചേഞ്ച് മേക്ക് ഗിവൺ ഇക്വേഷൻ കറക്റ്റ്. നിങ്ങൾക്ക് താഴ്ന്ന ഇക്വേഷൻ കറക്റ്റ് ആവാനായിട്ട് ഏതൊക്കെ നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ നമ്പർ ഓപ്ഷൻസ് നമ്പർ ഇന്റർചേഞ്ച് ചെയ്ത് നോക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ ഈക്വേഷൻ എന്തായാലും ബാലൻസ്ഡ് അല്ല, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ 4 ഉം 3 ഇന്റർചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ 4 ഉം 3 എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ 24 / 4 അല്ലേ, 24 / 4 ആകുമ്പോഴത്തേക്കും 6 വരും, മൈനസ് 3 × 2 6 വരും, പ്ലസ് 30 + 12 എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 30 + 12 42 എന്നാണ് വരുന്നത്. അപ്പോൾ അത് പറ്റത്തില്ല അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ പറ്റത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ഉം 4 ഉം ഇന്റർചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്.
5 ഇവിടെ വരുന്ന സമയത്ത് 500 ഓക്കെ 24 ഡിവൈഡ് ബൈ 3 വരുന്നുണ്ട്. എത്രയാണ് വരുന്നത്? 8 ടൈംസ് ആണ് അല്ലേ? അപ്പോൾ 8 മൈനസ് 5 4 അപ്പോൾ 5 ഇൻറ്റു 2 10 വരും പ്ലസ് 6 ഇൻറ്റു 4 24 പ്ലസ് 12 എന്ന് വരും അല്ലേ? ഇവിടെ ആൻസർ എന്താ വരിക? ഇപ്പോൾ ഇവിടെ -2 വരും. -2 അപ്പോൾ 24 34 36 -34 എന്നാണ് വരുന്നത്. അപ്പം സെക്കൻഡ് ഓപ്ഷനും അല്ല, അതും പറ്റത്തില്ല. 3ഉം 2ഉം ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അത് ഇൻ്റർചേഞ്ച് സമയത്ത് നമുക്ക് എങ്ങനെ വരാം? 12 24 ഡിവൈഡ് ബൈ 2 വരുമ്പോൾ 12 വരും. -3 ഇൻറ്റു 4 12 വരും പ്ലസ് 30 പ്ലസ് 12 എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് പോകുമ്പോഴത്തേക്കും 30 പ്ലസ് 12 42 എന്നേ വരുന്നുള്ളൂ അല്ലേ? 12 - 12 0. അപ്പോൾ ഇതും അല്ല. പിന്നെ ലാസ്റ്റ് ആയിരിക്കും എന്തായാലും ഫൈനൽ ഓപ്ഷൻ വരുന്നത് ലാസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. 24ഉം 12ഉം ഞാൻ മാറ്റി നോക്കുന്ന സമയത്ത് 12 ഇവിടെ വരുമ്പോഴത്തേക്കും 12 ഡിവൈഡ് ബൈ 3 വരും അല്ലേ? 4 വരും. 4 മൈനസ് 4 ഇൻറ്റു 2 8 പ്ലസ് 6 ഇൻറ്റു 5 30 പ്ലസ് 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് -4 വരുന്നുണ്ട് പ്ലസ് ഇവിടെ വരുമ്പോൾ 54 വരുന്നുണ്ട്. ആൻസർ എന്ത് വരുന്നുണ്ട്? 50 വരുന്നുണ്ട്. കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യാനെങ്കിൽ 24ഉം 12ഉം എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ മെത്തേഡൊന്നുമില്ല. നമുക്കിപ്പോൾ ഡിവിഷൻ മെത്തേഡ് വെച്ച് നമുക്കൊരു എലിമിനേഷൻ ഉണ്ട്. പക്ഷെ അത് ഇവിടെ പറ്റത്തില്ല. കാരണം ഇവിടെ നമുക്ക് നമ്പേഴ്സ് എല്ലാം ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സിന് ഇൻ്റർചേഞ്ച് ചെയ്താലും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് 5ഉം 3 ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറയുവാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 5ഉം 3 ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് 5 ഇവിടെ വരുമ്പോൾ 24 ഡിവൈഡ് ബൈ 5 ആകുമ്പോൾ അത് ഫ്രാക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ കേസുകൾ വരുമ്പോൾ മാത്രമേ നമുക്കത് ഈ ഡിവിഷൻ സൈൻ വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം. ഇത് സ്പീഡപ്പ് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫിഗർ എന്നാണ് പറയുന്നത്. നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം കുറച്ച് സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യുക, വിട്ടുപോകാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ദാ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ നമുക്ക് എന്തായാലും കൗണ്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാ ഇവിടെ വരുന്ന സമയത്ത് 1 2 3 3 4 ആയി അല്ലേ? ഇത്രയും പോർഷൻ ഇപ്പോൾ 4 ആയി. ബാക്കി ഇവിടെ നോക്കുന്ന സമയത്ത് ദാ ഇത് 5, അതുപോലെ ഇത് 6, ഇത് 7, പിന്നെ ദാ ഇവിടെ വരണം 8. മൊത്തം 8 എണ്ണമാണ് വരുന്നത് കേട്ടോ. 8 ആണ്. 7 കഴിയുമ്പോഴേ നമുക്ക് ഉറപ്പിക്കുക. കാരണം ഓപ്ഷനകത്ത് 8 മാത്രമേ പിന്നെ വലുതായിട്ടുള്ളൂ. 7 ആകുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്തായാലും 7നേക്കാൾ കുറയത്തില്ല. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കതൊരു ഐഡിയ കിട്ടും. 8ാമത്തെ ഓപ്ഷനുള്ളൂ ഏറ്റവും കൂടിയ ആൻസർ കിടക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ഷിഫ്റ്റുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വെൻ ഡയഗ്രാം അനാലിസിസ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഈ ഒരു ഷിഫ്റ്റിനകത്ത് കണ്ടായിരുന്നു. അപ്പോൾ വെൻ ഡയഗ്രാം അനാലിസിസ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഇവിടെ വെൻ ഡയഗ്രാം അനാലിസിസിന്റെ ടൈപ്പ് കൺസെപ്റ്റ് 2 ആണ്. നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കുന്നതല്ല, റിലേഷൻ നമ്മൾ കോമ്പിനേഷൻ മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വസ്റ്റിനകത്ത് പറയുന്നത് ദ നമ്പേഴ്സ് ഇൻ ദ ഡിഫറെന്റ് സെഷൻസ് ഇൻഡിക്കേറ്റ് ദ നമ്പേഴ്സ് ഓഫ് പേഴ്സൺസ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ ഡിഫറെന്റ് പോസ്റ്റ്. ടീച്ചർ, എഞ്ചിനീയർ, അക്കൗണ്ടന്റ് എന്ന് പറയുന്ന 3 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തവരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ മോർ ദാൻ 1 പോസ്റ്റ്. ഓക്കെ, ഒരു പോസ്റ്റിൽ കൂടുതൽ അപ്ലൈ ചെയ്ത എത്ര ആൾക്കാരുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പോസ്റ്റിൽ കൂടുതൽ വെച്ചാൽ മിനിമം 2 ആണ്. മിനിമം 2 പോസ്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. മിനിമം 2 ആവുന്ന സമയത്ത് മാക്സിമം ഇവിടെ നമുക്ക് 3 ഉണ്ടല്ലോ, 3 അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 അപ്ലൈ ചെയ്ത ആൾക്കാരെ നമുക്ക് കൗണ്ട് ചെയ്യണം, 3 അപ്ലൈ ചെയ്ത ആൾക്കാരെയും കൗണ്ട് ചെയ്യണം. ഓക്കെ, 1 അപ്ലൈ ചെയ്ത ആൾക്കാരെ കൗണ്ട് ചെയ്യരുത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 ഇത് മാത്രം അപ്ലൈ ചെയ്ത ആൾക്കാരെന്ന് വെച്ചാൽ ഇത് 4, അതുപോലെ 6, അതുപോലെ 8, മിനിമം 2 എന്നുള്ള സംഭവം. അടുത്ത മിനിമം 3 ആകുമ്പോഴത്തേക്കും 3 വരുന്ന ഏതാണ്? 3 തേർഡ് വൺ മാത്രം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റിൻ്റെ അകത്ത്. ഓക്കെ, ഈ 35, 42, 56 എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്ത ആൾക്കാരാണ്. 35 പേര് ടീച്ചർ പോസ്റ്റിന് മാത്രം അപ്ലൈ ചെയ്തവരാണ്. 42 പേര് എഞ്ചിനീയറിംഗ് പോസ്റ്റിന് മാത്രം, അതുപോലെ 56 പേര് അക്കൗണ്ടന്റ് പോസ്റ്റിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്തവരാണ്. ഇതിൽ മിനിമം ഇത് മോർ ദാൻ 1 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇതുമുണ്ട്, 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 ഇതുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 6, 10, 18, 3, 21, 21 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. 21. ഓക്കെ, അനാലിസിസ് അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്കാണ്. വെൻ ഡയഗ്രാം അനാലിസിസ് നിങ്ങൾക്ക് ആ ഒരു ഏരിയ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്, ഫിഗറിന്റെ കോമ്പിനേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ ഷിഫ്റ്റിൽ കേട്ടോ, 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ നമ്മളെ ക്വസ്റ്റ്യൻ കാണാത്തതുകൊണ്ട് ഞാൻ ആ നല്ല ക്വസ്റ്റ്യൻ ആണ് ഞാൻ വീണ്ടും എടുത്തതാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തതാണ്. ഇവിടെ നോക്കുക, ഫോളോയിങ് വെൻ ഡയഗ്രാം ഷോസ് മെൻസ് പ്രൊഫഷൻ ആസ് ഡോക്ടേഴ്സ് ആൻഡ് ചെസ് പ്ലേയേഴ്സ്. ഓക്കെ, മെന്ന് പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഡോക്ടേഴ്സും ചെസ് പ്ലേയേഴ്സും ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ഇത് ആ ഒരു വെൻ ഡയഗ്രാം. ഇത് മെന്നുണ്ട്, മെൻ്റെ വെൻ ഡയഗ്രാം ഇതാണ്, ഡോക്ടേഴ്സും ഉണ്ട്, ചെസ് പ്ലേയേഴ്സും ഉണ്ട്. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് ഹൗ മെനി മെൻ ആർ ഡോക്ടേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി മെൻ ആർ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പലരും മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹൗ മെനി മെൻ ആർ ഡോക്ടേഴ്സ്, മെന്നും ഡോക്ടേഴ്സും മാത്രം ചേരുന്ന ഏരിയ അതായത് ഇത് മാത്രമായിട്ട് എടുക്കും. 23 എടുക്കും. ഓപ്ഷൻ അത് 23 ഉണ്ട്, പലരും 23 ചൂസ് ചെയ്യും. പക്ഷേ ആൻസർ 23 അല്ല, 47 ആണ് കേട്ടോ. 47 ആണ്. കാരണം മെന്നും ഡോക്ടേഴ്സിന്, മെന്നിൻ്റെ വെൻ ഡയഗ്രം ഡോക്ടേഴ്സിൻ്റെ വെൻ ഡയഗ്രം ചേർന്ന് ഇത്രയും ഉണ്ട്. ഇപ്പം ഈ ഒരു ഏരിയയിൽ വരുന്ന ആൾ ടീച്ചറും കൂടിയാണ്, ചെസ് പ്ലെയറും കൂടിയാണ് അല്ലേ. പക്ഷേ അത് മെന്ന് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ. അപ്പം മെൻ ആർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എടുക്കണം. ഇപ്പം മെൻ ആർ ഓൺലി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 23 മാത്രം എടുക്കും. ഡോക്ടർ മാത്രമായിട്ടുള്ള മെന്ന് ചോദിക്കുവാണെങ്കിൽ 23 ആയിരിക്കും എടുക്കാം. പക്ഷെ മെൻ ആർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ നമ്മൾ എടുത്തേ വരത്തുള്ളൂ. നമ്മുടെ ആൻസർ 47 ആയിരിക്കും വരിക. ശ്രദ്ധിച്ചോണം, ആ വെൻ ഡയഗ്രം അനാലിസിസ് ഒക്കെ ആ ഒരു ഏരിയ മനസ്സിലാക്കുന്ന കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇത് ഓക്കെ ക്ലിയർ ആകുന്ന ടൈപ്പ് ഓഫ് ടോപ്പിക് ആട്ടോ, വലിയ ബുദ്ധിമുട്ട് വരുന്ന ടോപ്പിക് അല്ല. ഓക്കെ, അവിടെ നോക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ഇഫ് ഈച്ച് ദ ലെറ്റേഴ്സ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ചേഞ്ച് ചെയ്യാത്ത ആൾക്കാരെയാണ് ചോദിച്ചത് അല്ലേ, ചേഞ്ച് ചെയ്ത പൊസിഷൻ ചേഞ്ച് ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ് ചോദിച്ചതെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാതെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. എപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ഷിഫ്റ്റിൽ പറഞ്ഞായിരുന്നു, അത് നോക്കിക്കോണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അറേഞ്ച് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിലാണ് ശ്രദ്ധിച്ചോണേ. പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാതെ നിൽക്കാറില്ല. കാരണം ചിലപ്പോൾ യുവമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലോട്ടുള്ള അറേഞ്ച് ചെയ്യണം, റൈറ്റ് ലെഫ്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് അറേഞ്ച് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ യുവമാർ റൈറ്റ് ലെഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ പറയും. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ചോണം. ഇവിടെ വരുന്ന സമയത്ത് എ ആദ്യം വരും, ഐ ജെ എൻ ഒ ആർ ടി അല്ലേ. ഓക്കെ, ഇതായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലെറ്റേഴ്സും എന്ത് ചെയ്യുന്നില്ല, പൊസിഷൻ ചേഞ്ച് ആവാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക കേട്ടോ. ആൻസർ 0 ആയിരിക്കും വരിക. 0 വരില്ല എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ നോക്കരുത്. 0യും വരാം. ഓക്കെ, ആരും ചേഞ്ച് ആവാതെയും വരാം. അടുത്തത് നമ്മുടെ ലെറ്റർ സീരീസ് ആണ്, റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക്, ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഷിഫ്റ്റിൽ കണ്ട ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം എത്ര നോക്കുക? 2, 4, 6, 8, 10, 12, 14, 15 അല്ലേ. 2, 4, 6, 8, 10, 12, 14, 15. ഓക്കെ, 15 വരുന്നുണ്ട്. നോക്കാം, ഇത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം നമ്മൾ. ഓക്കെ, നോക്കാം. 15 നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? 3 × 5 ആയിരിക്കും നമ്മൾ എടുക്കുക അല്ലേ. 3 എണ്ണത്തിൻ്റെ 5 ആയിട്ടോ 5 എണ്ണത്തിൻ്റെ 3 ആയിട്ടോ. നിങ്ങളിപ്പം 3 എണ്ണത്തിൻ്റെ 5 ആയിട്ട് ഞങ്ങൾ എടുക്കുവാണെങ്കിൽ 1, 2, 3 റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിയും എയും വരുമ്പോൾ റിപ്പീറ്റേഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതല്ല. അപ്പോൾ 5ൻ്റെ 3 ഞാൻ ഡിവൈഡ് നോക്കുക. 2, 4, 5, 2, 4, 5, 2, 4, 5 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് റിപ്പീറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പി, ഇവിടെ പി വരാം, ഇവിടെയും പി വരാം, കുഴപ്പമില്ല. സെക്കൻഡ് ലെറ്റർ ഇവിടെ ഇല്ല, ഇവിടെ ഇസഡ് ആണ്, അപ്പോൾ ഇവിടെ ഇസഡ് വരാം, ഇവിടെ ഇസഡ് വരാം. അതായത് തേർഡ് ലെറ്റർ എ ആണ്, ഇവിടെ എ ആണ്, ഇവിടെ എ ആണ്, കുഴപ്പമില്ല. ഫോർത്ത് ലെറ്റർ ഇവിടെ എ ആണ്, ഇവിടെ ആളില്ല, എ കൊടുക്കാം, ഇവിടെയും എ കൊടുക്കാം. ഫിഫ്ത്ത് ലെറ്റർ ഇവിടെ ഇല്ല, പക്ഷെ ഇവിടെ വി ആണ്, അപ്പോൾ വി കൊടുക്കാം. ഇവിടെ എന്താണ് വി? ഓക്കെ, കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇസഡ് വി പി എ പി ഇസഡ് എ വി, ഇസഡ് വി പി എ പി ഇസഡ് എ വി. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 15ൻ്റെ ടോട്ടൽ ആകുമ്പോഴത്തേക്കും 3 × 5 അല്ലെങ്കിൽ 5 × 3, 3ൻ്റെ 5 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് റെപ്പറ്റീഷൻ കിട്ടുന്നില്ല. പക്ഷേ 5ൻ്റെ 3 നമ്മൾ ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് റെപ്പറ്റീഷൻ കിട്ടുന്നുണ്ട്. ആ റെപ്പറ്റീഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു സീരീസ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കി മനസ്സിലാക്കിക്കോണം. ഓക്കെ, കണ്ട കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ ക്ലാസ് ചോദിച്ചില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ കംപ്ലീഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ എന്ത് വരുമ്പോഴാണ് ഈ ഫിഗർ കംപ്ലീറ്റ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഏതെടുത്ത് വെച്ചു, ഒന്നുകിൽ നിങ്ങൾ വച്ച് നോക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇതെന്തായാലും ഇങ്ങനെ വരണം അല്ലേ. ആ ഒരു സംഭവം എന്തെല്ലാം എല്ലാ കർവ്ഡ് എല്ലാത്തും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈൻ ഇങ്ങനെ വരണം അല്ലേ. ഈ ലൈൻ ഇപ്പോൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ലൈൻ ഇങ്ങനെ
ഇങ്ങനെ ഒരു ലൈനുണ്ട് അല്ലേ, ആ ഒരു നടുക്കുള്ളൊരു സ്ക്വയർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു സാധനം കംപ്ലീറ്റ് ആവുന്ന നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വരില്ല, ഇതിൽ ബാക്കി എല്ലാത്തിലും ആ സ്ക്വയർ കംപ്ലീഷൻ വരുന്നുണ്ട്. പിന്നെ വരുമ്പോൾ ഇതാ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരും അല്ലേ, ഈ ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന ലൈന്. അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങ് വരെ വരണം അല്ലേ, ഇത് വരത്തില്ല, ഇതും പറ്റത്തില്ല, ഇവിടെ അത് വരുന്നത് ക്രോസ് കംപ്ലീറ്റ് ആയിട്ട് വരണം അല്ലേ. പിന്നെ ഇതാ ഈ ഒരു ലൈനും വരുന്നു കണ്ടോ, ഇങ്ങനെ വരുന്ന ഫിഗർ. അപ്പോൾ ഇത് തന്നെയായിരിക്കും ആൻസർ കണ്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നുകിൽ നിങ്ങളിവിടെ ഫില്ല് ചെയ്യുന്നതായിട്ട് നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഫില്ലാവും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവും നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ ഇതിനകത്തുള്ള ഓരോ ക്വസ്റ്റൻ വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫിഗർ കംപ്ലീഷൻ. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. 3rd ഷിഫ്റ്റ് ആയിരുന്നു, ആ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫിഗർ ബേസ്ഡ് ക്വസ്റ്റൻസിനൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ, ഇതൊരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കോഡിങ്ങിൻ്റെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക് ആയിട്ടോ, എനിക്കത് നല്ലൊരു ലോജിക്കായിട്ട് മനസ്സിലായി തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റൻ എടുത്തത് തന്നെ. നോർമൽ ലോജിക് അല്ല, എപ്പോഴും കാണുന്ന ലോജിക് അല്ല. നോക്കുക, സിൽക്കിൻ്റെ കോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ TIML. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ എസും ടിയും ST നോക്കുകയാണെങ്കിൽ +1 പൊസിഷനാണ്. I അതുപോലെ കിടപ്പുണ്ട്. LM വരുന്ന സമയത്ത് +1 പൊസിഷനാണ്. Kയും Lയും വരുന്ന സമയത്ത് +1 പൊസിഷനാണ്. ഒരാൾ മാത്രം 0 പൊസിഷൻ അല്ലെങ്കിൽ +0 നമുക്ക് വരുന്നു, സെക്കൻഡ് പൊസിഷൻ വരുന്ന ആൾ. ബാക്കി എല്ലാവരും എന്താണ് +1 പൊസിഷനാണ് മാറിക്കുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോഡ് ചെയ്യുന്ന സമയത്ത് IOTEDU കണ്ടോ. ഇവിടെ വരുന്ന സമയത്ത് I മാറ്റം ഇല്ലാണ്ട് I തന്നെ തുടരുന്നു. N കഴിഞ്ഞിട്ട് +1, S കഴിഞ്ഞിട്ട് T +1, E മാറ്റമില്ലാണ്ട് വരുന്നു, C കഴിഞ്ഞിട്ട് +1D, T കഴിഞ്ഞിട്ട് +1 എടുക്കുമ്പം U വരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, വവൽസിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ച് സംഭവിക്കുന്നില്ല. വവൽസിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. അതേസമയം ബാക്കി കൺസണൻസിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. കൺസണൻസിന് ഒരു +1 ലെറ്റർ മാറി വരുന്നു, വവൽസിനെ ചേഞ്ച് ചെയ്യാണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എയും ഇയും അവിടെ തന്നെ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ എയും ഇയും അവിടെ തന്നെ ഉള്ള ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ ഏതായിരിക്കും, 3 ആയിരിക്കും. വേറെ ഒന്നിലും അതില്ല. ഓക്കെ, നമുക്ക് ആൻസർ ഡയറക്റ്റ് പോകാൻ പറ്റും. എയും ഇയോ അതേ പൊസിഷനിൽ വരുന്നത് ഇവർ മാത്രമേ ഉള്ളൂ. ബാക്കി വേണമെങ്കിൽ നിങ്ങൾ നോക്കുക, C കഴിഞ്ഞ ഒരു പ്രശ്നം കഴിയുമ്പോൾ D വരും, H കഴിഞ്ഞിട്ട് I വരും, N കഴിഞ്ഞിട്ട് O വരും, G കഴിഞ്ഞിട്ട് H വരും. കണ്ടോ, DIAOHE കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് മുഴുവൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓപ്ഷൻ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നത്. ടൈം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക് ആയതുകൊണ്ടാണ് ഞാൻ ആ ലോജിക് എടുത്തത്. കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജികൾ ഒരുപാട് കാണണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ആ ഒരു എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തത്. കാരണം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രദർ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. ഇപ്പോൾ ബ്രദർ ഹസ്ബൻഡ് വരുമ്പം 0 ജനറേഷൻ, 0 ഗ്യാപ്പ് വരുന്ന സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആൻസറിലേക്ക് പോകാൻ പറ്റാതെ വരാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വരച്ച് തന്നെ നോക്കുക. അപ്പോൾ P/Q നമ്മൾ എന്താ ചെയ്യുക, A/B അപ്പം A is mother of B ആണ്. അപ്പോൾ P is mother of Q അല്ലേ. Q into R ആകുമ്പോഴത്തേക്കും A into B ആണ്. A is brother of B എന്നാണ്. അപ്പോൾ Q is brother of R എന്നാണ്. R minus M, A minus A is sister of B ആണ്. അപ്പോൾ R is sister of M എന്നാണ്. M plus T, A plus B A is son of B ആണ്. അപ്പോൾ M is son of T എന്നാണ്. M Tയുടെ സൺ ആവുന്ന സമയത്ത് T ഉറപ്പായിട്ടും Pയുടെ ഹസ്ബൻഡ് ആയിരിക്കും. ഇങ്ങനെയാണ് ആ ഫാമിലി വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഹൗ ഇസ് T റിലേറ്റഡ് ടു P എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ T എന്ന് പറയുന്നത് Pയുടെ ആരാണ്, ഹസ്ബൻഡാണ്. ഉണ്ടോ, ആൻസർ ഹസ്ബൻഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഹസ്ബൻഡ് ആയതുകൊണ്ട് നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് നോക്കുമ്പോൾ 0 ആയിരിക്കും വരിക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു, ഡിവിഷൻ വന്ന സമയത്ത് മദർ ആയിരുന്നു അല്ലേ, +1 വരും. ഇൻറ്റു വരുന്ന സമയത്ത് ബ്രദർ ആയിരുന്നു, 0 ആയിരുന്നു. മൈനസ് വരുന്ന സമയത്ത് സിസ്റ്റർ ആണ്, 0 വരും. പ്ലസ് വരുമ്പോഴത്തേക്കും സൺ ആണ്, -1 വരും. ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ജനറേഷൻ ഗ്യാപ്പ് എടുക്കുമ്പോൾ നമുക്ക് 0 എന്നാണ് കിട്ടുക. +1 -1 ആകുമ്പോഴത്തേക്കും 0 എന്നാണ് കിട്ടുക. ജനറേഷൻ ഗ്യാപ്പ് Pയും Tയും ഒരേ ജനറേഷൻ ആണെന്ന് മനസ്സിലാക്കാനും T Pയുടെ ആരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് വരച്ച് വെക്കലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റൻസിനകത്ത് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റൻ നിങ്ങൾ വരച്ച് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. വീണ്ടും ഒരു അനലോഗിയുടെ ക്വസ്റ്റൻ ആണ്. അനലോഗി നമ്മൾ പറയാം, നമ്പേഴ്സ് വെച്ചുള്ള കൺസെപ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ ലോജിക് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞായിരുന്നു. ലോജിക്കൽ നമ്മൾ ഈസി ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുക. നിങ്ങളിപ്പം ചെയ്യുമ്പോൾ 5ഉം 16ഉം 320 കുറച്ച് എളുപ്പം അല്ലേ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
16 ഇൻറ്റു 5 50 30 80 വരും. 80 ഇൻറ്റു 4 320 എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ 19 ഇൻറ്റു 6 നോക്കുകയാണെങ്കിൽ ഓക്കെ 20 120 120 6 പോയി കഴിഞ്ഞാൽ 118 അല്ലേ 118 ഇൻറ്റു 118 അല്ലല്ലോ 114 അല്ലേ 114 ഇൻറ്റു 4 വരും. ഓക്കെ 16 1 5 456 കറക്റ്റാണ്. ഓക്കെ അപ്പോൾ ആദ്യത്തെ അവസാനം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെൻട്രൽ നമ്പർ കിട്ടുന്നത് അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് വൺ തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. 18 ഇൻറ്റു 9 എടുക്കുന്ന സമയത്ത് 180 18 പോകണം അല്ലേ 180 170 162 ഇൻറ്റു 4 അല്ലേ 4 8 24 2 4 4 2 6 648 കറക്റ്റാണ്. ഓക്കെ കറക്റ്റാണ് 4640. ഓക്കെ അപ്പോൾ ലോജിക്കൽ ഡിഫറൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലത്തെ ഒരുപാട് രീതിയിലുള്ള ലോജിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ തന്നെ കുറച്ച് ലോജിക്ക് കണ്ടിട്ടുണ്ട്. 2-3 ഷിഫ്റ്റ് ആയപ്പോൾ തന്നെ കുറേ ലോജിക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലത്തെ ലോജിക്കൽ ഒരുപാട് നിങ്ങൾ പഠിക്കുക. കാണാൻ പഠിക്കാന്നല്ല, ലോജിക്കൽ കണ്ട് ശീലമാകുമ്പോഴത്തേ നിങ്ങൾക്ക് ഈ സാധനം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ സോറി ഇത് കഴിഞ്ഞ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആട്ടോ. കഴിഞ്ഞ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഷിഫ്റ്റിൽ മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നു കേട്ടോ. മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടില്ല. ഇത് കഴിഞ്ഞ ഷിഫ്റ്റിൽ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ഷിഫ്റ്റിൽ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇവിടുത്തെ ആൻസർ ആക്ച്വലി ചെയ്യാം ലാസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ അത് ഞാൻ പറയുന്നില്ല, കാരണം കഴിഞ്ഞ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാൻ എഡിറ്റ് ചെയ്ത മിസ്റ്റേക്ക് പറ്റിയതാണ്. കാരണം മൂന്നാമത്തെ ഷിഫ്റ്റിൽ മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. മിറർ ഇമേജിൻ്റെ വാട്ടർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചില ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ മാറ്റി ചോദിക്കാം. ചില ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇതൊരു ഫിഗർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോജിക് ആയത് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിന് ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇതിനോട്ട് വരുന്ന സമയത്ത് മറ്റൊരു ചേഞ്ചാണ് സംഭവിക്കുന്നത്. ഇവിടെ നിന്ന് വീണ്ടും ഈ ഫസ്റ്റ് സെക്കൻഡ് വീണ്ടും ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ചേഞ്ചിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ആ സെക്കൻഡ് ചേഞ്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാറ്റം ഉണ്ടാകുന്ന നോക്കി ഈ T9U ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ T ഇങ്ങോട്ട് വരും, 9 ഇവിടെ വരും, U ഇവിടെ പോകും. ഫസ്റ്റ് ചേഞ്ച് ഇവിടെ നോക്കി 2 = 9 ഇങ്ങോട്ട് കയറി വന്നു, 9 ഇവിടെ വരുന്നു, 2 വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ കറക്കി ഇങ്ങോട്ട് എടുത്ത് വെക്കുവാണ്. അതുപോലെ ഇവിടെ ഇവന്മാരെന്ന് വെച്ചാൽ 2B = 2B അല്ല 2B = പക്ഷേ B മുകളിൽ പോകുമ്പോൾ അത് 8 ആയി മാറുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ B ഇവിടെ ആയിരുന്നു, അത് മുകളിൽ പോകുമ്പോൾ 8 വരുന്നുണ്ട്. ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് തട്ടുവാണ്, 2നെ പിടിച്ച് ഇങ്ങോട്ട് തട്ടുന്നു, B ഇങ്ങോട്ട് തട്ടുന്ന സമയത്ത് ഇത് 8 ആയി മാറുന്നു. നമ്പറിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് അവിടെ വേറെ വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നു താഴേക്ക് വന്നിരിക്കുന്നു. ഈ ഒരു ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മൊത്തത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന് സെക്കൻഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കുകയാണ് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഡിഫറെൻ്റ് ആണ്. അതായത് T-ഉം 8-ഉം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഓക്കെ T-ഉം 8-ഉം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. എൻഡ് ടു എൻഡ് ആ പോർഷൻസ് എൻഡ് ടു എൻഡ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ആൻഡ് 2നെ പിടിച്ച് ഇങ്ങോട്ട് തട്ടുന്നു, ആൻഡ് U-നെ പിടിച്ച് ഈ മോളിലേക്ക് തട്ടുന്നു, ആൻഡ് നെ പിടിച്ച് ഇവിടെ തട്ടുന്നു, 9നെ പിടിച്ച് ഇവിടെ തട്ടുന്നു. കണ്ടോ ഇങ്ങനെ അവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് *ഉം ട്രയാങ്കിൾ എന്ത് ചെയ്യണം ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ട്രയാങ്കിൾ ഇവിടെ വരും, *, ഇവിടെ വരും. ആ ഇൻ്റർചേഞ്ച് അവിടെ വരണം. നിങ്ങൾ നോക്കണം എല്ലായിടത്തും അത് കറക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും വരില്ല, കാരണം ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അത് രണ്ടും എന്തായാലും വരത്തില്ല. പിന്നെ സംഭവിക്കുന്ന മാറ്റം നോക്കണം, 8 ഇവിടെ വരും, കാരണം 2നെ ഇങ്ങോട്ടാണ് ചാടിച്ചത് അല്ലേ. ആൻഡ് ഇവിടെ നിന്ന് T ഇവിടെ വരും. ഓക്കെ അത് കഴിഞ്ഞ് 2 ഇവിടെ വരും, അതുപോലെ 9 എവിടെ പോകും, ഇവിടെ പോകും. ഇങ്ങനെയാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ചെയിനിലേക്ക് മാറുമ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ മാറി വരുന്ന സമയത്ത് 2 ഇവിടെ പോകുമ്പോൾ വേറെ ഏതെങ്കിലും ആയിട്ട് മാറും. പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് അവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലല്ലോ ചോദിക്കുന്നത്. ആ 1 പാറ്റേൺ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 പാറ്റേണിൽ വരുന്ന ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയി വരിക. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 8 T9 ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. തേർഡ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരിക. കണ്ടോ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. നമുക്ക് സാധാരണയിൽ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങോട്ടും എല്ലാം ഒരേ പാറ്റേണിലാണ് പൊക്കൊണ്ടുന്നത്. ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നിന്ന് സെക്കൻഡ് ഫിഗറിലേക്ക് വരുമ്പോൾ ഒരു പാറ്റേൺ, സെക്കൻഡ് തേർഡിലേക്ക് വരുമ്പോൾ വേറൊരു പാറ്റേൺ, എൻ്റെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇങ്ങനെ അത് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺസ് വരാം, ശ്രദ്ധിച്ചോണം. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരാം. നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈം എടുക്കാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. ഇത് മറ്റൊരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊരു കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് അവിടെ 2 സർക്കിൾസ് അതെന്ത് ചെയ്യുന്ന ഒരു കോർണറിലേക്ക് മാറുന്നു, എന്നിട്ട് അത് റൈറ്റിലേക്ക് പോകുന്നു, അത് വീണ്ടും ഒരു കോർണറിലേക്ക് വന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, ഇതിങ്ങനെ ഈ ഒരു സൈഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ
അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വരുന്ന ക്വസ്റ്റൻ ആണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ആരോ വെച്ചുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, ഞാൻ വരച്ച് കാണിക്കുകയോ ചെയ്തു, കാരണം അത് വെറുതെ ഇട്ട് സമയങ്ങളെന്ന് വെച്ചാൽ ഞാൻ വരച്ച് ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടായിരുന്നു, കുറച്ച് ടൈം എടുക്കുന്ന അല്ലെങ്കിൽ ലോജിക് എടുക്കുന്ന ക്വസ്റ്റ്യനും അവിടെ ഉണ്ടായിരുന്നു. അടുത്തൊരു നമ്പർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്പർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. നമ്പർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, ഓക്കെ, പൊസിഷനും റിവേഴ്സ് പൊസിഷനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിന് 37 വരുവാണ്. ഞാൻ സെറ്റിന്റെ പൊസിഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 19, 5 ടി വരുമ്പോൾ 20 അപ്പോൾ 20 മുതൽ 39, 5, 44 പോകുന്നത്. അപ്പോൾ അതുമായിട്ടൊരു ബന്ധം വരുന്നില്ല. പക്ഷേ ഇതിന്റെ റിവേഴ്സ് പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എസിന്റെ റിവേഴ്സ് പൊസിഷൻ 8 ആണ്, ഇന്റെ റിവേഴ്സ് പൊസിഷൻ 22 ആണ്, ടിയുടെ റിവേഴ്സ് പൊസിഷൻ 7 ആണ്. നിങ്ങൾ കൂട്ടി നോക്കി 28, 8, 30, 37, 37 കേട്ടോ. കൺഫേം ചെയ്യണം കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കിടപ്പുണ്ട്, മിക്സ് കിടപ്പുണ്ട്, അത് 35 ആണ്. റിവേഴ്സ് പൊസിഷൻ സൈഡ് നോക്കുമ്പോഴത്തേക്കും എമ്മിന്റെ റിവേഴ്സ് പൊസിഷൻ 14 ആണ്, ഐയുടെ റിവേഴ്സ് പൊസിഷൻ 18 ആണ്, എക്സിന്റെ റിവേഴ്സ് പൊസിഷൻ 3 ആണ്. അപ്പോൾ 18ഉം 14, 28, 4, 32 + 3, 35 കണ്ടോ. അപ്പോൾ ഓർപ്പിക്കാൻ സാർ റിവേഴ്സ് പൊസിഷൻസിന്റെ സം ആണ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന വാർ ആണ്. അപ്പോൾ വാറിന്റെ കേസിൽ ഡബ്ല്യൂന്റെ റിവേഴ്സ് പൊസിഷൻ 4 ആണ്, എയുടെ റിവേഴ്സ് പൊസിഷൻ 26 ആണ്, ആറിന്റെ റിവേഴ്സ് പൊസിഷൻ 9 ആണ്. അപ്പോൾ 26, 4, 30, 39 ആണ് ആൻസർ. 39 ആയിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്പർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്പർ കോഡിങ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പാറ്റേൺ തന്നെയാണ് ഈ റിവേഴ്സ് പൊസിഷൻസിന്റെ സം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഷിഫ്റ്റ് 3 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കലും കാര്യങ്ങളൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആകാൻ വേണ്ടിയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കാത്തതിന് കാരണം അത് വെറുതെ എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും മാക്സിമം ചെയ്യാതിരിക്കണം, വീണ്ടും വീണ്ടും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കാത്തത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ലോജിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സെയിം ടോപ്പിക്കുകളാണെങ്കിൽ ലോജിക്ക് ഡിഫറൻ്റ് ആണെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ടോപ്പിക്കുകളുടെ എണ്ണം കുറഞ്ഞു വരും. കാരണം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലോജിക്കുകളൊക്കെ വീണ്ടും വരും. അതൊന്നും നമ്മൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഷിഫ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് യൂസ് ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ലപോലെ പഠിക്കാം. താങ്ക് യു.